എവ്രിവൺ, ഞങ്ങൾ ഇപ്പം ഇന്ന് നിൽക്കുന്നത് ചെന്നൈയിലാണ്. ഞങ്ങൾ കുറെ സ്റ്റോറിയിലൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അത് പക്ഷെ ഓൾറെഡി അപ്ലോഡ് ആയിപ്പോയി. ഞാൻ പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ, സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് നമ്മൾ എല്ലാരും പെർഫോം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആ കഴിഞ്ഞു, ഇനി നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഞങ്ങളുടെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി പരിപാടിയുണ്ട്. ഇതില് സ്റ്റാൻഡപ്പ് കോമഡി ഇല്ലാതെ ഇവിടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഫ്രീ ആയി. ഞങ്ങളുടെ ഞാൻ ഇക്കൂട്ടത്തില് ഏറ്റവും കൂടുതൽ സീസണില് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എല്ലാ സീസണിലും അപ്പൊ പെണ്ണായിട്ട് അവര് മറന്നുപോയി ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. സത്യം, ഞാൻ ഉള്ള സീസണിൽ അവര് മറന്നുപോയി ഞാനത്തുണ്ടായിരുന്നു. അണ്ണന് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇവിടെ. കാര്യം ഇവിടെ സീസൺ 3യുടെ പരിപാടി ചെന്നൈയിലായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അന്ന് കോവിഡ് കഴിഞ്ഞിട്ട് ക്വാറന്റൈൻ അല്ലേ. 14 ദിവസം ക്വാറന്റൈൻ ഇവിടെ തന്നെ നിൽക്കണമല്ലോ. അപ്പോൾ 14 ദിവസം ഇവിടെ നമ്മളെല്ലാം കണ്ട ആരൊക്കെയാണെന്ന് അറിയില്ലല്ലോ. അന്ന് ആർക്കും അറിയില്ല ആരൊക്കെ ഉണ്ടെന്ന് പോലും. പല റൂമിലല്ലേ, ഓരോരുത്തർ ഓരോ ടൈമിലല്ലേ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് ഷോ നിന്നല്ലോ, ഷോ നിർത്തിയപ്പം അപ്പോഴാണ് എല്ലാവരും ഒരുമിച്ചല്ലേ വന്നത്. എന്നിട്ടും എല്ലാവരും ഓരോ റൂമിലെടുക്കുന്നു, ഇറങ്ങരുതെന്നു. അത്ര നേരം ഒരു വീട്ടിൽ കിടന്നിട്ട് കൊണ്ടിരുന്നു ഒരുമിച്ചിരിക്കാൻ സംഭവിക്കില്ല. അത്ര നേരം എല്ലാവരും കൂടെ അതിനകത്തിരുന്നിട്ട് പിന്നെ ഇവിടെ ഇറങ്ങിയൊന്ന് ഷോ കഴിഞ്ഞല്ലോ. അതിൻ്റെ പിന്നെ ഫിനാലെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളെ ബിഗ് ബോസിലുണ്ടായിരുന്ന എല്ലാവരും ഉണ്ട് ഇവിടെ. ഞാനും ഉണ്ട്. എനിക്ക് റൂം അവിടെ. ഇവര് മറന്നുപോയി ഞാൻ അതിനകത്തുണ്ടായിരുന്നത്. പെർഫോം ചെയ്യാൻ വന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത് പെർഫോം ഉണ്ടായിരുന്നു. നമ്മളിപ്രാവശ്യം ജാനേട്ടൻ പറഞ്ഞ ടാഗിലെ മാറ്റി പിടിച്ചാൽ ലാൽബാബുന്റെ സംഗീതമായി ഡയറക്ഷൻ ഞാൻ അറിഞ്ഞിട്ടില്ല. അത് കേട്ടില്ല, അതുകൊണ്ട് പറയും ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത്. കോമഡിയാണ് ഈ സ്കിറ്റിൽ. അല്ലല്ല, മെയിൻ കോമഡി ദിൽഷയാണ്. ഇതിലില്ല, ഈ സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഇല്ല. ദിൽഷ ഞങ്ങൾ കൊണ്ടുപോകണം. ആദ്യം സ്കിറ്റ് പിന്നെ അങ്ങനെ കുറെ മെയിൻ സെലിബ്രിറ്റീസിന്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അല്ല നിങ്ങളെ പറ്റി നമുക്ക് പിന്നെ വേറൊരു സംഭവം, ഞങ്ങൾ ഒരു സർപ്രൈസ് ആയിട്ട് വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഷോയ്ക്ക്. പുതിയ അറിവ്. പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ബെസ്റ്റ് നന്നായിട്ട് കോമഡി ചെയ്ത് അഖിലേട്ടനുണ്ട്. സൂരജ് ഉണ്ട്, വീണ ചേച്ചി ഉണ്ട്, ലാൽബാബു ചേട്ടനുണ്ട്. അല്ല, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് ഇപ്പൊ കയ്യിൽ നിന്ന് എടുത്തിടുന്നതാ. എവിടുന്ന് ബീട്രൂട്ട് ഷൂ കാലൊന്ന് ഫോക്കസ് ചെയ്ത് കാണാം. എനിക്കിപ്പോ എന്നെക്കാളും ഓർമ്മ നമ്മുടെ സീസണിലെ കുറെ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മളെന്തോ ഇതിന്റെ ഹോട്ടൽ ടാസ്ക് എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതില് എല്ലാരും വളയ്ക്കാൻ വേണ്ടിട്ടൊരു ക്യാരക്ടറായിട്ട് തന്നെ സെയിം അപ്പിയറൻസ്, അതേ ഗ്ലാസ് ഷൂ ഞാൻ രണ്ടാമത്തെ ഇവിടെ ശ്രീവിദ്യ ഭയങ്കര അവരാരും കണ്ടിട്ടുണ്ട്. ഭയങ്കര വൈറലായി. ഒത്തിരി പേര് വിളിച്ചിട്ടോ ഡയറക്ടേഴ്സ്. ഇങ്ങനെയെങ്കിലും
അത് നമുക്ക് വേണ്ടി ഇപ്പൊ പറയാം. ഞങ്ങളങ്ങനെ ഭയങ്കര എന്നെ കുറച്ചെങ്കിലും ആൾക്കാരങ്ങനെ ശ്രദ്ധിക്കുമെന്നൊന്നും വിചാരിച്ച് ചെയ്തല്ല, ആഗ്രഹിച്ച് ചെയ്തതാ. ചീറ്റി പോകുന്ന പേടിയുണ്ടായിരുന്നു, പക്ഷെ വലിയ കുഴപ്പമില്ലാതെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നല്ലതാണ്. അപ്പൊ ഇനിയിപ്പോ അധികം സമയമില്ലല്ലോ ഫിനാലേക്ക് വേണ്ടിയിട്ട്. നിങ്ങളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങളുടെ പെർഫോമൻസ് ഉണ്ട്. ആരാണ് വിൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ എല്ലാവരുടെയും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ബീട്രൂട്ട് പറ. അല്ല അടുത്ത കൂട്ടത്തിൽ അതിങ്ങനെ ഞാൻ മറിക്കുമോ മാറി സ്കിറ്റ് നന്നാവാൻ വേണ്ടി വ്രതം എടുത്തേക്കുക. അതെ, സ്വർണ്ണമാലയിട്ട് ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു. വരാനുണ്ട്. ഒരാളും കൂടെ ഉണ്ട്, ശ്രുതി ചേച്ചിയുണ്ട്. ചേച്ചി രാവിലെ ഷൂട്ട് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ സെപ്പറേറ്റ് ഇന്റർവ്യൂ. നമുക്ക് സ്പെഷ്യൽ ഇന്റർവ്യൂ. എന്നാലും എല്ലാരും ഗ്രാൻഡ് ഫിനാലെ കാണാം. നിങ്ങളുടെ വിന്നർ ആരായിരിക്കും? നിങ്ങൾ ആരെയും വിന്നറായിട്ട് ഗസ് ചെയ്യണേ? അതാരായിരിക്കും? അതാരായിരിക്കും? ജാസ്മിൻ വിന്നറാണ്. കാരണം ആ കുട്ടി നന്നായിട്ട് സ്ട്രഗിൾ ഇനി ആൾക്കാർ അല്ല സീരിയസ്ലി അതിനകത്ത് അവർ നന്നായി സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ജാസ്മിൻ വിന്നർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ആരാണ് വിന്നർ എന്ന് എനിക്കറിയില്ല. സത്യം നന്നായിട്ട് പറഞ്ഞത്, സാധാരണ സീസണൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാവും, ഇങ്ങനെ ജയിക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും. ഇത് ഒന്നും പറയാൻ പറ്റില്ല. അല്ല ഞാൻ പറയാം, ഇതിൽ എന്റെ പറയാൻ സംശയം ഈ 5 പേരിൽ ഒരാളായിരിക്കും. ഓട്ടോ ടാറ്റ. അല്ല, ഇതിനല്ലേ പറയാൻ പറ്റില്ലല്ലോ. 3 പേരിലാണ് ഇപ്പൊ ജിൻഡോ, അർജുൻ, ജാസ്മിൻ 3 പേരുടെ ഇടയിലാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഉണ്ട്. പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലാസ്റ്റ് ടൈമിൽ പറഞ്ഞതാണ് ജാസ്മിന് വിജയിക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന്. ക്യാമറയുടെ ഫ്രണ്ട് ഞാൻ പറഞ്ഞത് അതായത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അർജുൻ, സെക്കൻഡ് ജിൻഡു, തേർഡ് ജാസ്മിൻ. കാരണം എന്താന്ന് വെച്ചാൽ ശ്രീതു ഇപ്പൊ ഔട്ടായില്ലേ, അപ്പോൾ ശ്രീതുവിനെ ഇഷ്ടപ്പെടുന്നവർ അർജുന് വോട്ട് ചെയ്യും. അർജുന് ഓൾറെഡി നല്ല ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ആകുമ്പോൾ അർജുൻ മേലോട്ട് അല്ലേ, കാണുന്നില്ലേ? അതാണ് എൻ്റെ ഒരു പെർഫോമൻസ് ആരുടെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? പെർഫോമൻസ്. എന്റർടൈനർ എന്ന രീതിക്ക് ഇപ്പൊ അർജുൻ അടിപൊളിയാണ് അല്ലേ? 100 ദിവസത്തെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ജാസ്മിൻ ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് പ്ലെയറാണ്. കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്റർടൈനർ എന്നുള്ള രീതിക്ക് അർജുൻ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ജിൻഡോനും നല്ല ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഏറ്റവും ഡിസേർവിംഗ് വൺ വിൻ ചെയ്യട്ടെ. നിങ്ങൾ രണ്ടുപേരും ഏകദേശം 100 ദിവസം അതേപോലെ 100 ദിവസം നിൽക്കുന്ന ഒരു ഞാൻ 100 ദിവസം നിൽക്കാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ 100 ദിവസം നിൽക്കാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് ചേച്ചിയുടെ അടുത്തുനിന്ന് ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പച്ച സ്യൂട്ട് കേസ്. അപ്പൊ ചേച്ചി പറഞ്ഞു, ഞാൻ ബിഗ് ബോസിലേക്ക് പോയത് ഈ ബാഗും കൊണ്ടാണ്, നീ ഇതും കൊണ്ട് പൊക്കോ 100 ദിവസം നിൽക്കുന്നു പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടോ? ഇല്ല, എന്റെ വീട്ടിൽ തന്നെയുണ്ട്. ഇതുവരെ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ദിൽഷ ഒരു കാര്യം ചോട്ടെ, ദിൽഷയായിരുന്നു ഇവിടെ ബിഗ് ബോസ് സീസണിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ലേഡി വിന്നർ വന്നത്. ഇപ്രാവശ്യം ഒരു ലേഡി ബിഗ് ബോസ് എന്താണ് ജാസ്മിന്റെ അല്ല ദിൽഷയുടെ പ്രതീക്ഷ എന്താണ്? ലേഡി ബിഗ് ബോസ് നല്ല അഭിപ്രായമുണ്ട്. കാരണം ഇപ്പം ബിഗ് ബോസ് ചരിത്രത്തിൽ എന്നും ഞാൻ മാത്രമേ ലേഡി വിന്നറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. എനിക്കത് ഇഷ്ടമല്ല. റിസർവ് ചെയ്യുന്നത് ആരാണോ അവർ തന്നെ വിൻ ചെയ്യണം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പിന്നെ 100 ഡേയ്സ് ആ വീട്ടിൽ നിൽക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിപ്പം ഇപ്പൊ ടോപ്പ് 5 എന്ന് പറയുന്നത് ഈ ടോപ്പ് 5 എല്ലാവരും അതിൽ വിന്നേഴ്സ് ആണ്. കാരണം ആ 100 ഡേയ്സ് അത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് അതൊരു എന്റർടൈൻമെന്റ് ആണ്, അടി ബഹളം അത് ഇതൊക്കെ. പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകൾക്കേ അറിയുള്ളൂ അത് എത്രമാത്രം സ്ട്രഗ്ലിംഗ് ആണ്. ഈ തല്ലുകൂടുന്ന അവരത്തിൽ നമ്മൾ വീണ്ടും കാണണം, അവരുടെ വീണ്ടും നമ്മൾ ചിരിക്കണം, കളിക്കണം, പിന്നെയും വഴക്കുണ്ടാക്കണം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പം അവർ ഇത്രയും 100 ഡേയ്സ് നിന്നു പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ ആരാണെങ്കിലും വലിയ അച്ചീവ്മെന്റ്. പിന്നെ അറ്റ് ദി എൻഡ് ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് ആര് വിൻ ചെയ്യണം എന്നുള്ളത്. ഇന്ത്യക്കും പറയാണ്, ഒരു ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ ജാസ്മിൻ ഇത്രയും നാൾ ആ വീട്ടിൽ 100 ദിവസം നിന്നപ്പോൾ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ കുറേ പേഴ്സണൽ അറ്റാക്കുകൾ കുറേ നേരിട്ടിട്ടുണ്ട്. അത് മേ ബി ഇനിയിപ്പോൾ ആളുകൾ എങ്ങനെയായിട്ട് പല ഡിഫറെൻറ്റ് ക്യാരക്ടറാണല്ലോ. പക്ഷെ അതൊക്കെ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തൻ്റെ ഇടം അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊക്കെയാണ് തളർന്ന് പോയേനെ. 100 ദിവസം നിന്നുകൊണ്ട് പറയണ അവസാനമൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ ഡിപ്രസ്ഡ് ആയി പോകും. നമ്മളൊക്കെ അത് ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നിയത് എപ്പോഴും നമ്മുടെ ബിഗ് ബോസ് ഓഡിയൻസിന് എപ്പോഴും ആണുങ്ങൾ എപ്പോഴും മുന്നോട്ട് വരണം, വിന്നർ ആവണം, എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ കൂടുതൽ കണ്ടേക്കണം ഇതുവരെ. അല്ല ദിൽഷ വിന്നറായി എങ്കിൽ പോലും എത്ര സീസൺ പോയി, പക്ഷെ അതിനകത്ത് ഒരു
ഒരു ഫാൻ ഫോളോയിങ് നോക്കുമ്പോഴേ എപ്പോഴും നമ്മുടെ ബിഗ് ബോസ് സീസണിലൊക്കെ നോക്കുമ്പോൾ എപ്പോഴും ഫീമെയിൽസിനേക്കാൾ കൂടുതൽ മെയിൽ കണ്ടസ്റ്റൻസിനെ കൂടുതൽ സപ്പോർട്ട് തോന്നിയിട്ടുണ്ടോ? അത് ഫീമെയിൽസ് കൂടുതൽ കാണുന്നുണ്ടായിരിക്കും. ഞാൻ നിങ്ങൾ അന്വേഷിച്ചു വന്നപ്പോ ശ്രുതിലക്ഷ്മി ഫ്രം ചൈന ബിഗ് ബോസിൽ ഇവിടെ സഹിക്കാൻ വേണ്ട. ഹായ് ഹായ് ഹായ്, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. അതെന്നെ കംപ്ലീറ്റ് ചെയ്യാതൊരു റെസ്പെക്റ്റ് ആണ് പറയുന്നത്. ഞാൻ എന്റെ കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ കിട്ടുന്ന സപ്പോർട്ടിനേക്കാൾ എപ്പോഴും മെയിൽസിന് കുറച്ച് വിന്നർ ആവാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നും പറഞ്ഞ് ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യല്ല കേട്ടോ, കാരണം ഇവിടെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെ വിന്നർ ആവണം തന്നെ ആഗ്രഹിക്കുന്നത്. കോൺട്രവേഴ്സിക്കുള്ള ഒരു സാധനം കിട്ടിയല്ലോ അല്ലെ തന്നെ. കോൺട്രവേഴ്സി ഒന്നുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഇന്ന ആള് വിന്നർ ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങാനും ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാക്കാം. എവിടെ വീട് പറഞ്ഞേ അല്ല വീണ്ടും ഒരു ലേഡി വിന്നർ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ തന്നെ? ഇതാണ് വേണ്ടതെന്ന് തോന്നുന്നു. അല്ല ആഗ്രഹിക്കുന്നുണ്ട്, ചിലപ്പം പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. എന്തുകൊണ്ട് ലേഡി വിന്നർ ആയിക്കൂടാ എടുക്കാൻ പറ്റുമോ? പറഞ്ഞു വിട്ടോ പറഞ്ഞു വിട്ടതാണോ? നമ്മൾ ഓൾറെഡി സ്റ്റോറി അത് ചെയ്യാൻ പാടില്ല, സ്റ്റോറി ഇടാൻ പാടില്ലായിരുന്നു. അല്ല അങ്ങനെ ചോദിക്കാൻ തെറ്റുണ്ടോ? അല്ല ലേഡി വിന്നർ ആവുകയാണെങ്കിൽ ജാസ്മിൻ മാത്രമല്ല ടോപ്പ് 5-ലുള്ളൂ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ജാസ്മിൻ വിന്നർ ആവണമെന്ന് ഞാൻ പറയണോ? എന്താണ് വേണ്ടത്? എന്താണ് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഒന്നും പറയാം. എന്റെ ആഗ്രഹം ഇപ്പൊ ഞാൻ പറയുന്നില്ല. ആര് ജയിക്കുന്നു എന്നിട്ട് തന്നെ പറയും. ഒരിക്കലും പറയില്ല. ഞാൻ ഒരിക്കലും ഒരു സീസണിൽ ഞാൻ ഇദ്ദേഹം വിന്നർ ആവുമായിരുന്നു എന്റെ പ്രതീക്ഷ ഇതായിരുന്നു ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പറഞ്ഞിട്ടില്ല. 5ാമത്തെ സീസണിലും പറഞ്ഞില്ലടി. എന്റെ പൊന്നോ, ഞാൻ ആഗ്രഹം പറഞ്ഞു. ഇവിടെ അവിടെ നിന്ന് ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടില്ല. റനീഷ് നമ്മൾ എത്ര വർഷത്തെ പരിചയമാണ്? 5, 6, 10-24 വർഷമായി കാണുമല്ലേ പരിചയമായിട്ട്? 5 വയസ്സുള്ളപ്പോ നമ്മള് കണ്ടു ഒരു 1000 ഷൂട്ടിന്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ ഞാനും തന്നെയാണ് അല്ലേ. നമ്മള് ഒത്തിരി വർഷത്തെ മുന്നത്തെ പരിചയം ഉണ്ടായിട്ട് പോലും തന്നെ ആഗ്രഹിച്ചിട്ടില്ല. അത് പറയാനായിട്ടാ പറഞ്ഞിട്ടോ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല, നിങ്ങൾക്ക് ജാസ്മിൻ പറഞ്ഞത്. എന്റെ ആഗ്രഹത്തിൽ ആർക്കും കപ്പ് കൊടുക്കാതെ ലാലേട്ടനെ കപ്പ് കൊണ്ട് വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്. കിട്ടിയല്ലോ, അത് മതിയല്ലോ. എനിക്കോ? എന്റെ താല്പര്യമാണോ? ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെയല്ല. ഇപ്രാവശ്യത്തെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സീസണിൽ അപേക്ഷിച്ചിട്ട് ഭയങ്കര എനിക്കറിയില്ല ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ ആയിട്ടുള്ള ഒരു സീസണായിരുന്നു. അപ്പം ബിഗ് ബോസ് വിന്നർ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നൊക്കെ ഭയങ്കര മാറി. എനിക്ക് ജിൻഡോന് ഇഷ്ടമാണ് എല്ലാവരും. ഇപ്പൊ ജാസ്മിൻ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലല്ലേ, നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആ വീട്ടിൽ ഈ പുറമേ കാണുന്ന പോലെയല്ല. ഭയങ്കര സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളും മെന്റലി ഭയങ്കര പ്രഷറും ഒക്കെ ഉള്ളതാണ്. ഇപ്പൊ നമ്മൾക്കൊരിക്കലും അതിനകത്ത് ആരാണ് നല്ലത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആരാണ് മോശം എന്നും പറയാൻ നമുക്ക് ആർക്കും അറിയാം. എനിക്ക് പേഴ്സണലി അർഹതയില്ലെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാ മനുഷ്യരും അവിടെ മനുഷ്യരായിട്ടാണ് പോകുന്നത്. അവിടെ അതിനകത്ത് ചെല്ലുമ്പം ബിഗ് ബോസ് ചെല്ലുമ്പം ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ അവരാണ് ഇവരാണെന്നുള്ളതൊന്നുമില്ല. എല്ലാവരും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു സഹജീവികളാണ്. അവരുടെ അടുത്ത് നമ്മൾ കുറേ ദിവസം എന്താ പറയുക പുറത്തെ ഇതൊന്നുമില്ല. നമ്മളവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ കുറേ ഇമോഷൻസും പൊട്ടിത്തെറികളും ഒക്കെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ സംഭവിക്കുന്നത്. അപ്പം അവിടെ ചിലപ്പം ചിലവർക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റും, ചിലർ ഭയങ്കര ജെന്യുവിനായിട്ട് നിൽക്കാൻ പറ്റും. അഭിനയിച്ചും പലരും ഇപ്പം ബിഗ് ബോസിലേക്ക് വരുമ്പോൾ പലതും പ്ലാൻ ചെയ്തിട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ അടുത്ത് പോയവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ. ഞാനൊക്കെ വെറും പൊട്ടിയായിട്ട് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. സൂയിൽ പോകുന്ന പോലെ ഇങ്ങനെ പോയ ആളാണ് ഞാൻ. അപ്പം പല രീതിയിൽ നമുക്ക് അവിടെ നിൽക്കാം, ജെന്യുവിനായിട്ട് നിൽക്കാം, നല്ല രീതിയിൽ നിൽക്കാം, എല്ലാ രീതിയിലൊക്കെ നിൽക്കാം. അപ്പം ഈ ഒരു സീസൺ എന്തായാലും ഫിനാലേക്ക് അടുത്ത് വരുമ്പം എല്ലാ മത്സരാർത്ഥികൾക്കും എൻ്റെ വക ഒരു ഓൾ ദി ബെസ്റ്റ് ആണ്. ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള, കാരണം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ എന്ന് പറയുമ്പം എല്ലാവർക്കും ഇപ്പം അതിനെ നല്ല രീതിയിൽ കാണുന്നവരുണ്ട്, ഭയങ്കര റെസ്പെക്റ്റ് ആയിട്ട് കാണുന്നവരുണ്ട്, ഇഷ്ടത്തോടെ കാണുന്നുണ്ട്, ബിഗ് ബോസ് ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾക്ക് ഈ സീസണിൽ നല്ലൊരു വിന്നറിനെ തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസൺ വരുമ്പോൾ അതിനോടൊരു ആൾക്കാർക്കൊരു ത്രില്ലുണ്ടാവും. ഇപ്പൊ സീസൺ 5 ഈ പറയുന്നത് പോലെ അഖിൽമാരാർക്ക് കപ്പ് കിട്ടിയപ്പം എല്ലാവർക്കും ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഞാൻ അഖിൽമാരാറിനെ പ്രെഡിക്റ്റ് ചെയ്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു അഖിലേട്ടന് കപ്പ് കിട്ടുമെന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെയാണ് ഞാൻ. ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ തന്നെയായിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം നല്ല ആൾക്കാരുടെ കപ്പ് കിട്ടട്ടെ. നമ്മളുടെ എന്താ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നല്ലൊരാൾക്ക് കിട്ടുമ്പോൾ നമുക്കതിൽ അഭിമാനിക്കാം. അയ്യോ ഞാൻ സീസൺ 6 ആളായിരുന്നു. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് സീസൺ 5 എന്നെ സംബന്ധിച്ചിടത്തോളം സീസൺ 5
എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സീസൺ 5 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ധന്യ ഡാൻസ് സീസൺ ആണെങ്കിലും ദിൽഷ അവരൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി ഞാൻ ഉണ്ടായിരുന്ന സീസൺ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമാണ്. കാരണം റിനീഷ അല്ലെങ്കിൽ കുറേ പേര്, സെറീന, അഖിൽ, ശോഭ, അങ്ങനെ ഒത്തിരി നല്ല ആൾക്കാർ. ഞാൻ എപ്പോഴും പറയും, ഞാൻ തന്നെ അതിനിട്ട പേര് സ്നേഹ വീടെന്നായിരുന്നു. ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും നമ്മളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. ആ ഒരു ഇപ്പോഴും കാണുമ്പം അല്ലടി ഇപ്പോഴും കാണുമ്പോൾ ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം അല്ലേ ധന്യ, അപ്പം അടിപൊളി നല്ലൊരാൾക്ക് തന്നെ അല്ലേ കിട്ടട്ടെ അല്ലേ. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾക്ക് നല്ല യൂണിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ വഴക്കുകൾ അങ്ങനെ നെസസറി വഴക്കുകൾ ഉണ്ടായതായിട്ട് തോന്നിയിട്ടുമില്ല. ഞങ്ങളുടെ പക്ഷേ ജെന്യൂൻ ആയിട്ടുള്ള വഴക്കുകളായിരുന്നു കുറെ കൂടെ എനിക്ക് തോന്നി. ഞങ്ങളപ്പോ ക്രിയേറ്റഡ് സീസൺ 4 സീസൺ 5 തമ്മിലുള്ള പോരാട്ടം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതല്ല, 2 സീസൺ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞ 2 സീസണും നല്ലതായിരുന്നു. അല്ല, എല്ലാ സീസണും നല്ലതായിരുന്നു. സ്വന്തം അമ്മയ്ക്ക് ആരോടാ, സ്വന്തം മക്കളോടാണല്ലോ അയൽവക്കത്തെ കുട്ടികളോടാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോ അമ്മ പറയുന്നത് എന്താ, കാക്കയ്ക്ക് തല പറയുള്ളൂ. സത്യം, നമുക്കൊരു സ്പെഷ്യൽ ബോണ്ട് കാണുമല്ലോ നമ്മുടെ ഒരു. ഇപ്പൊ ഞങ്ങൾ ആ സീസൺ കഴിഞ്ഞിട്ട് എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് എവിടെയും കാണത്തില്ലായിരിക്കും. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യും. ഞങ്ങള് അകത്ത് ഞങ്ങൾ എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളത് പുറത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായി. ആ ബെൽറ്റിനെ മനസ്സിലായി. പക്ഷെ അത് ഒരു ഗ്യാങ് ആണെന്ന് വെച്ചാൽ മനസ്സിലായി. സീസൺ എല്ലാരും ഒരുമയുണ്ടോന്നു ദിൽഷയ്ക്ക് എന്താണ് ആഗ്രഹം? ജാസ്മിൻ, അപ്പൊ ഞങ്ങൾ മൂന്നുപേരായിരിക്കും. അപ്പൊ എനിക്ക് ഇവര് മൂന്നുപേർക്ക് ആർക്ക് കിട്ടിയാലും ഡിസേർവിംഗ് ആണ്. കാരണം എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് 100 days വന്നു. എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരാണെങ്കിലും എന്നാലൊരു ചാൻസ്, ഒരു പെർസെന്റേജ് ചാൻസ് പറയാൻ പറ്റില്ല. സീസൺ 5 റെനീഷയും അഖിലേട്ടനൊക്കെ വന്നപ്പോഴും നമുക്കിപ്പോ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്ത് അഖിലേട്ടനെ തന്നെയാണ്. പക്ഷെ എങ്കിലും ആർക്ക് എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാം. ഈവൻ ശോഭ, ഇവരുടെ പൊസിഷൻ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു ഒരിക്കലും. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓക്കെ ഇവള് സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടപ്പോഴാണ് ഓക്കെ. അതൊരു ടെൻഷൻ പിടിച്ച കാര്യമാണ്. അത് അവിടെ വരെ എത്തുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആരും ആയിരിക്കത്തില്ല ചിലപ്പോൾ വന്ന് കപ്പെടുക്കാൻ പോകുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പിന്നെ പറയാനുള്ളത്, അവരിപ്പം 100 days എങ്ങനെയാണോ ആ വീടിനുള്ളിൽ നിന്നത്